സർവേശ്വരനായ എൻ്റെ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശിശുവതിയെ സ്മരിച്ചുകൊണ്ടും വേദിയിലും സദസ്സിലിരിക്കുന്ന ആത്മബന്ധുക്കൾ, നമ്മൾ ഈ സത്സംഗങ്ങൾ എപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതൊരു ചടങ്ങായി മാറും. സത്സംഗത്തിനൊന്ന് ഇരിക്കുക, അതിൽ നിന്നൊന്നും നമുക്ക് ഉള്ളിലേക്ക് കിട്ടാതെ പോവുകയും പിന്നീട് വെടിയം വരെ രാമായണം കേട്ട് രാമനൊക്കെ പിടി സീത എന്ന് ചോദിച്ച പോലെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ രാവിലെ വരെ രാമായണം കേട്ടിട്ട് രാവിലെ നമ്മൾ ചോദിക്കും സീതയും രാമനും തമ്മിൽ എന്താ ബന്ധം. ഇതുപോലെ നമ്മുടെ ജീവനുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള പല കർമ്മങ്ങൾ നമ്മൾ അങ്ങനെ കിടക്കുക. അത് ഓരോരുത്തരുടെ വാസനയ്ക്കനുസരിച്ചാണ് അത് വരിക. അപ്പോൾ ചിലവർക്കൊക്കെ ആശ്രമത്തിൽ വരുമ്പോൾ ഒരുപാട് കർമ്മം ചെയ്യണം, ജോലി ചെയ്യണം, അവർക്ക് വിറക് വെട്ടണം, കൃഷി ചെയ്യണം, അങ്ങനെ ചെയ്യുന്നതാണ്. വേറെ ചില ആൾക്കാർക്ക് അടുക്കളയിൽ കർമ്മം ചെയ്യുന്നതിലായിരിക്കും, ചിലവർക്ക് ഇതുപോലെ ഹാരം കെട്ടുക, അങ്ങനത്തെ കാര്യങ്ങളിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം എന്ന് പറയുന്നത് അവനവൻ്റെ ജീവൻ്റെ വാസന. ഈ വാസന നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവും. ഇത് ഏകമായി ഒന്നിലേക്ക് വരില്ല. അതാണ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞത്, നിങ്ങളെല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കണം വീട്ടിൽ. കാരണം നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പറ്റാത്തതിൻ്റെ ഒരുപാട് ഗതികേട് നമ്മുടെ കുടുംബത്തിലുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ഭാരതത്തിൽ നിന്ന് നിലനിൽക്കുന്ന ഹിന്ദുമതം എന്ന രീതിയിലുള്ള ഒരു കർമ്മം. അങ്ങനെ ഒരു മതമില്ല എന്നാണ് ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുവും അയ്യാ വൈകുണ്ഠസ്വാമിയൊക്കെ പറഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞു എന്നുകൊണ്ട് എൻ്റെ അടുത്തിൽ ഇളക്കി വന്നിട്ട് കാര്യം. കാരണം ഇവരെല്ലാം ഇത് തെളിയിച്ചവരാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു അല്ലേ ഈ കാര്യം. ചട്ടമ്പി സ്വാമിയുടെ കാര്യം നിങ്ങൾക്കറിയോ അല്ലേ? ചട്ടമ്പി സ്വാമിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്തിന് ശ്രീനാരായണ ഗുരു, അദ്ദേഹം സമകാലികരായിരുന്നു രണ്ടുപേരും. ശ്രീനാരായണ ഗുരുവിനെ കാണാൻ വന്നത് ഗാന്ധിയാണ്. അറിയോ ഗാന്ധിയുടെ കാണാൻ വന്ന കാര്യം? എന്തിനാ? ദൈവത്തിനറിയാം, ഗാന്ധിക്കറിയാം, എനിക്കറിയില്ല അല്ലേ. വൈക്കം സത്യാഗ്രഹം എന്തിനായിരുന്നു? വൈക്കം സത്യാഗ്രഹം എന്തിനായിരുന്നു? വൈക്കത്തെ ആരുടെ പ്രശ്നമാണോ? എന്താണ്? ഉറക്കെ പറയൂ. അറിയില്ല. പഞ്ചായത്ത് എന്താണ്? അതെ, സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. ക്ഷേത്രത്തിൽ കയറാനൊന്നുമല്ല ചോദിച്ചത്, ശാന്തിഗിരിയുടെ അപ്പുറത്ത് കൂടെ പോകുന്ന റോഡില്ലേ, ഇതിൽ പോലും നടക്കാൻ നമുക്ക് അവകാശമുണ്ടായിരുന്നില്ല. ഈ ഗതികേട് ഒരു സമരമായി മാറി. അതിൻ്റെ ശ്രീനാരായണ ഗുരുവായിരുന്നു അതിൻ്റെ പിന്നിൽ ചുക്കാൻ പിടിച്ചു, ആലുവ അദ്വൈത ആശ്രമത്തിലിരുന്നു. അപ്പോൾ പിന്നീട് ആ സമരം കോൺഗ്രസ് ഏറ്റെടുത്തു. ശക്തമായി കേളപ്പജിയുടെ നേതൃത്വത്തിൽ ശക്തമായി ഏറ്റെടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടന എന്ന നിലയിലും അതിൻ്റെ ഒരു കാര്യത്തിന് ചർച്ചയ്ക്കും വേണ്ടിയാണ് ആര് വന്നത്? ഗാന്ധി വന്നു. അപ്പോൾ ഗാന്ധി ഇന്ത്യൻ തുരുത്തി മനയിലേക്ക് പോവുകയാണ്. കാരണം ഈ ക്ഷേത്രം കൈവശം വെച്ചിരിക്കുന്ന ആരാ? ഇന്ത്യൻ തുരുത്തി മനയിലെ നമ്പൂരിമാരാണ്. അപ്പോൾ അവിടെ ചർച്ചയ്ക്ക് പോയപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടൊരു സംഭവം നടന്നു. എന്താണ്? ബ്രിട്ടീഷുകാർ പോലും എണീച്ചു നിൽക്കുന്ന മഹാത്മാഗാന്ധിയെ കണ്ടപ്പോൾ അല്ലേ, ബ്രിട്ടീഷ് കോടതി പോലും എന്ത് ചെയ്യും? മഹാത്മാഗാന്ധിയെ കണ്ടു കഴിഞ്ഞാൽ എണീച്ചു നിൽക്കും. അദ്ദേഹത്തിൻ്റെ ജീവൻ്റെ പവർ അത്ര പവർഫുള്ളാണ്. പക്ഷേ ഇന്ത്യൻ തുരുത്തിയിലെ മനയിലെ നമ്പൂരിമാർക്ക് വളരെ ബുദ്ധിയുള്ളവരാണ്. അവരെന്ത് ചെയ്തു? മുൻവശത്തൊരു ഷെഡ് അടിച്ചു. നീ അങ്ങോട്ട് കയറണ്ടാവും. എന്താ കാരണം? അദ്ദേഹം വൈഷ്ണവനാണ്. വൈശ്വ അല്ലേ? ക്ഷത്രിയ കഴിഞ്ഞാൽ വൈഷ്ണവനാണ്, താഴെയാണ്. അതുകൊണ്ട് നിന്നെ എവിടെ കയറ്റാൻ പറ്റില്ല? ഞങ്ങളുടെ ഇല്ലത്തിൽ കയറ്റാൻ പറ്റില്ല, അവിടെ ഇരിക്കാവോ. എന്നിട്ട് 10 അടി വിട്ടിട്ട് ഒരു ടേബിളിട്ട് ആരിരുന്നു? അവരിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഒന്നും സഹിക്കുന്ന ആളാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള അതൊരു പ്രധാനമുള്ള കാര്യമാണ്. അദ്ദേഹം ചോദിച്ചു, ഇവരെല്ലാവരും
സഞ്ചാര സ്വാതന്ത്ര്യവും ക്ഷേത്രത്തിൽ കയറാൻ അനുവദിച്ചാൽ വളരെ ദൂരം നിന്ന് അവർ പ്രാർത്ഥിച്ചു പോയിക്കോട്ടെ അവർ. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു നമ്പൂരിമാർ, നിങ്ങൾ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിലെ വേദങ്ങളും ശാസ്ത്രങ്ങളും നിങ്ങൾ വിശ്വസിക്കാം. ഇതാ മനുസ്മൃതിയാണ് ഞങ്ങൾ കാണിക്കുന്നത്, ശങ്കരഭാഷ്യമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നു, താണജാതിക്കാർ ആരാണ്? മൃഗത്തിന് തുല്യമാണ്. ഗാന്ധി ഞെട്ടിപ്പോയിന്നാ പറഞ്ഞു. ഗാന്ധിയുടെ കണ്ണിലൂടെ തീപ്പാറിയതാ പറഞ്ഞു. ആ ഗ്രന്ഥം വാങ്ങിയിട്ട് കേളപ്പജിരെ കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊന്ന് പരിശോധിക്കൂ, ഞാൻ കേട്ടിട്ടില്ല. ഇത് ശങ്കരഭാഷ്യം ആയിരുന്നില്ല, അടൂരിലൊരു ശങ്കരശാസ്ത്രി പറഞ്ഞൊരു കള്ളൻ എഴുതിയുണ്ടാക്കിയതാണ്. മനുസ്മൃതിയിലെ കുറേ കാര്യങ്ങൾ തിരുത്തിയിട്ട് പിന്നെ ചരിത്രം അതവിടെ ഇരിക്കട്ടെ. ഈ വിഷമത്തിലാണ് അദ്ദേഹം ആരെ കാണാൻ ചെല്ലുന്നത്? ശ്രീനാരായണ ഗുരുവിനെ കാണാൻ. അപ്പം ആദ്യം തന്നെ പോയപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം, ഹിന്ദുമതം കൊണ്ട് മുക്തി നേടാൻ കിട്ടില്ലേ എന്നാണ് ചോദിച്ചത്. ശ്രീനാരായണ ഗുരു മറുപടി പറഞ്ഞ എന്താണ് മറുപടി പറഞ്ഞത്? എല്ലാ മതത്തിലും മുക്തി ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് അങ്ങ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? അല്ല, എനിക്കറിയേണ്ടത് ഹിന്ദു മതത്തിൻ്റെ കാര്യമാണ്. അങ്ങനെ ഒരു മതം ഇല്ലല്ലോ, അല്ലേ? അങ്ങനെ ഒരു മതം ഇല്ലല്ലോ, അതൊരു ധർമ്മമാണ്. അതെങ്ങനെയാണ് ഒരു മതമാവുക? അപ്പം അതിൻ്റെ അർത്ഥമാണ് പിന്നീട് പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ്? ഇതിൽ 6 തരം മതങ്ങൾ പരസ്പരം വെട്ടിമെരിച്ചവർ ചേർന്നുണ്ടായതാണ്. പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അദ്ദേഹം പറഞ്ഞു കൊടുത്താണ്. ചട്ടമ്പി സ്വാമി, നമ്മുടെ വിവേകാനന്ദ സ്വാമിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ കാര്യം. നിങ്ങളൊക്കെ ഇന്ന് ഈ ഇരിക്കുന്ന പല ആൾക്കാരും വീടുകളിൽ ഞാൻ പോയപ്പോൾ അവർക്ക് ഈ സംഗതി വിടാൻ പറ്റുന്നില്ല. എന്താ കാരണം? ഗുരുവിനെ കിട്ടിയിട്ട് പോലും അത് വിടാൻ പറ്റുന്നില്ല. എന്താ കാരണം? ഇതാണ് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയൊക്കെ പറയുന്നത്. എന്താണ്? അതിലാദ്യമുണ്ടായ മതം എന്ന് പറയുന്നത് ബ്രഹ്മമതമാണ്. അതാണ് നിങ്ങളുടെ വീട്ടിൽ ഹോമം നടത്തുന്നതും. നിങ്ങളുടെ വീട്ടിൽ സുദർശന ചക്രമുണ്ട്, സാധനങ്ങളൊക്കെ വെക്കും. കണ്ടിട്ടുണ്ട്, ചില ഓട്ടോറിക്ഷയിലൊക്കെ കാണാം, ചില വണ്ടിയിലൊക്കെ കാണാതെ, ചില വീട്ടിലും കാണാം. ചക്രം പോലൊക്കെ ഹൂ കാക്കി എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും, അല്ലേ? അതെന്തോ യന്ത്രമാണെന്ന്, തന്ത്രയന്ത്രങ്ങളാണെന്ന് അത് പറഞ്ഞിരിക്കുന്നു. വൈദികമാണ് ബ്രഹ്മമതം. അതിനാണ് നമ്മൾ ആദ്യകാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞത്. ഇപ്പോഴും യാഗങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സാമവേദം അതിൽപ്പെട്ടതാണ്, അവരുടെ വേദം. ഇവരോട് ഒരു ബഹളമുണ്ടാക്കിക്കൊണ്ടും ഇവരെ നിശേഷം മാറ്റിക്കൊണ്ടാണ് ദ്രാവിഡ സംസ്കാരം വന്നത്, ശിവന്റെ മതം. അതിലാണ് ഇന്ന് ഏകദേശം നമ്മൾ കാണുന്ന, അല്ലേ, രൂപമറ്റ് വിളക്കുകൾ മാത്രവും ശിവമയം എന്ന രീതിയിലും രൂപമല്ലാത്ത കർമ്മത്തിലൊക്കെ നമ്മൾ ആരാധനാ കർമ്മവും. അതുകൊണ്ടാണ് ശിവന് ക്ഷേത്രമില്ല എന്ന് പറയുന്നത്. ക്ഷേത്രം വെച്ച് ആരാധിക്കരുത് എന്നും അവരുടെ വിശ്വാസമാണ്. ഈ 2 മതങ്ങൾക്കും എതിരായിട്ട് വേറൊരു മതം വന്നു. അതെന്താ? വൈഷ്ണവ മതം. ആര്യന്മാർ ഒരിഞ്ഞട്ടിയാണ് ഇവർ. ഇപ്പോഴും ഒട്ടും കുറവില്ല. തമിഴ്നാട്ടിലും ആന്ധ്രയിലും നിങ്ങൾ UP-യിലൊക്കെ പൊക്കഴിഞ്ഞു. ഞാനും കുടുങ്ങിയിട്ടുണ്ട് പോയിട്ട്, ഇതിനിടയിൽ പെട്ടിട്ടുണ്ട്. പക്ഷെ കേരളക്കാർ വളരെ ബുദ്ധിമാന്മാരാണ്. നമ്മളെന്ത് ചെയ്തു? ഇവർ 2 പേരിൽ ഒരാളെ ഉണ്ടാക്കി. ആരാ 2 പേരും കൂടി ചേർന്ന ഒരാൾ? ഇവർ 2 പേരും ചേർന്ന ഒരാളെ ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിൽ. അയ്യപ്പൻ ശാസ്ത്ര, അല്ലേ? അടികൂടാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇനി 4ാമത്തെ ഒരാൾ വന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആരാ വന്നത്? ബുദ്ധമതം. അവരെ ദൈവം തന്നെ ഇല്ല. ഈ 3 പേരുടെ പ്രശ്നം കാരണം അവരെന്ത് പറഞ്ഞു? ഈശ്വരൻ തന്നെ ഇല്ല. അവരിൽ നിന്നാണ് നമ്മൾ പഞ്ചവാദ്യം, ചെണ്ടകൊട്ട്, ആന എഴുന്നള്ളത്ത്, വെടിക്കെട്ട്, ഇതൊക്കെ ആരിൽ നിന്നുണ്ടായതാ? ബുദ്ധമത കർമ്മം. ഈ ബുദ്ധക്ഷേത്രങ്ങൾ, കുടുംബക്ഷേത്രം, ഇതൊക്കെ ഉണ്ടായത് ബുദ്ധമതം. ബലിയിടുന്ന വൈഷ്ണവത്തിൽ കൊണ്ടുവന്നു കേട്ടോ. അത് പിന്നീട് അടുത്ത കാലത്ത് ഉണ്ടായത്, പൈസ ഉണ്ടാക്കാൻ വേണ്ടി വന്നത്. പിന്നെ വന്ന് മതം എന്താ? ജൈനമതം. അതും ഏകദേശം ദൈവമൊന്നുമില്ല പറഞ്ഞു. അതിൽ വിളക്ക് വെച്ച് ആരാധന, അല്ലേ? ആരെയും കൊല്ലരുത്, ഉപദ്രവിക്കരുത്,
ഇങ്ങോട്ട് ആക്രമിച്ചാൽ അങ്ങോട്ട് ആക്രമിക്കരുതെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു. ആറാമത്തൊരു മതം കൂടി വന്നു നമ്മുടെ ഇടയിൽ. അതാണ് ദേവീ മതം. എല്ലാത്തിനും വെട്ടി നിരത്തി. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലൊക്കെ കാവ് തീണ്ടൽ. ഇവിടെ എന്താണ് ഒരാൾ ചാടില്ല, എന്താണ് എന്ത് തെയ്യമാണ്, പൊട്ടൻ തെയ്യം, കോടിത്തെയ്യം, കോഴിത്തെയ്യം, ഇതൊക്കെ അടിച്ച് നിരത്തി അവർ. ആരെയൊക്കെ? ബുദ്ധമതം, ജൈനമതം എല്ലാം അടിച്ച് നിരത്തിയവർ. എന്നിട്ട് അവരുടേതായ ബുദ്ധക്ഷേത്രങ്ങളെല്ലാം, ബുദ്ധ വിഹാരങ്ങളെല്ലാം ദേവീക്ഷേത്രങ്ങളാക്കി മാറ്റി. അതാണ് ഇന്നും തുറ നടക്കേണ്ടത്. ഞാൻ ഇന്നലെ കോഴിക്കോടിലേക്ക് പോകുമ്പോൾ കാണിച്ചു കൊടുത്തു. ഈ ബുദ്ധമതത്തിൻ്റെ ഫ്ലാഗുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട് തുറ നടക്കുന്ന സ്ഥലം. ഈ 6 പേരുടെയും സംസ്കാരങ്ങൾ ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്ന സംസ്കാരത്തിൽ ഗാന്ധിയോട് ചോദിച്ചു, ഇതെങ്ങനെ ശരിയാവും? ഗാന്ധി മൗനനായി. അവിടെ എങ്ങനെയാണ് ജാതി വന്നത്? അവിടെ എങ്ങനെ ഈ സംസ്കാരത്തിൻ്റെ കർമ്മം വരിക? ഇതാണ് ഗുരു നമ്മളോടും ചോദിച്ചത്. നിങ്ങളുടെ വീട്ടിൽ പിന്നെ എങ്ങനെ ഒരുമ വരും? നിങ്ങൾ അല്ല, ഇതാണ് കാരണം. അച്ഛനും മക്കളും സഹോദരന്മാരും എല്ലാവരും തമ്മിലുള്ള ഈ സ്പർദ്ധ നമ്മുടെ വീട്ടിൽ ശക്തമായി വരിക. അത് നമ്മുടെ വീട്ടിലെ ലഹളയായിട്ടും കേസായിട്ടും കോടതിയായിട്ടും, അത് വക്കീലന്മാർക്കൊക്കെ ഗുണം അതാണ്. സിവിൽ എഞ്ചിനീയർമാർക്കും ഒരുപാട് ഗുണമുണ്ട്. എന്താ ഗുണം? വീടുകളിങ്ങനെ കെടുകെടായി കിട്ടും. എന്താ കാരണം? കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് കയറുന്ന മുമ്പ് വേറെ ആയി. നമ്മൾ ഒറ്റ ആൾക്കും ആരെയും അനുസരിക്കാൻ വയ്യ. എന്താ കാരണം? ഞാൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, അല്ലെങ്കിൽ ഭർത്താവ്, ഭാര്യ, മക്കൾ. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഗുരു പറഞ്ഞിട്ടുണ്ട്, ഇടാ ഇതും ഇല്ലാതാവും, ഇതും ഇല്ലാതാവും. ഇത് ഈ കർമ്മത്തിൻ്റെ വശം കൊണ്ട് വരുന്ന അപകടങ്ങളാണ്. ഇതിനെയാണ് ഗുരു വാസന എന്ന് വിളിച്ചത്. ഇത് ജീവന് ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായ പുണ്യപാപത്തിൻ്റെ ഫലമായി കിട്ടുന്നതാണെന്ന ഗുരു. ഇത് നിങ്ങളുടെ വാസന രൂപത്തിൽ വന്നു ചേരും. അവിടെ നിങ്ങൾ തിരുത്തിയിട്ടില്ലെങ്കിൽ, മുമ്പ് പറഞ്ഞ ആ ധർമ്മം എന്താ വെച്ചാൽ, പേർഷ്യക്കാർ വന്നിട്ടാണ് ഇവിടെ ഒന്നിച്ച് ജീവിക്കുന്ന ആൾക്കാരെ വിളിച്ച പേരാണ് ഹിന്ദുസ് അല്ലേ? നമ്മളിപ്പോൾ ഈ ആസാമുകാരെയും മണിപ്പൂരുകാരെയും ബംഗാളിയൊക്കെ നമ്മളെന്താ വിളിക്കുക? എല്ലാവരെയും ബംഗാളി എന്ന് നമ്മൾ വിളിക്കുക. അതുപോലെ നമ്മളെ എല്ലാവരും അവരെന്താ വിളിക്കുക? മദ്രാസി എന്നാണ് വിളിക്കുക. മദ്രാസിയിൽ നമ്മളെ വിളിക്കുന്ന മലബാറീസ് എന്നാണ്. അപ്പോൾ ഇവിടെ ആര് താമസിച്ചാലും അവരതാണ്. എന്ന പോലെ അന്നുണ്ടായിരുന്ന ഈ വിവിധ മതത്തിൽപ്പെട്ടവരുടെ ആ കർമ്മത്തിൽ വരുമ്പോൾ അവർ വിളിച്ച പേരാണ്. അതെങ്ങനെയാണ് ഒരു മതമായി മാറുക? ഈ ദുരിതം നിങ്ങളുടെ മക്കളിലും വരികയാണ്, നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ഗോത്രത്തിലും വരികയാണ്. എന്നിട്ട് അതിൽ അഭിമാനപ്പെടുകയാണ് നമ്മൾ. അത് തെറ്റല്ല. കാരണം വിവേകാനന്ദ സ്വാമിക്കും ഇതേ കാര്യമാണ് ചട്ടമ്പി സ്വാമി പഠിപ്പിച്ചത്. വിവേകാനന്ദ സ്വാമി ഇതേപോലെ ഇതിൽ വന്നപ്പോൾ, എവിടെ എറണാകുളത്ത് വന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ ചിത്മുദ്രയുടെ അർത്ഥം അറിയാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയായിരുന്നു. അത് പറഞ്ഞു കൊടുത്ത ആരാ? ചട്ടമ്പി സ്വാമി. അപ്പോൾ ചട്ടമ്പി സ്വാമിയാണ് അത് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ കാര്യവും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഈ പറയുന്ന കർമ്മം ഉണ്ടായത് ശിവന്റെ മതത്തിൽ നിന്നാണ്. ശിവന്റെ മതത്തിലാണ് ഹഠയോഗം, രാജയോഗം, ക്രിയായോഗ ഇതൊക്കെ ചെയ്യിപ്പിക്കും. അപ്പോൾ അവിടെ ഗുരു നമ്മളോട് എപ്പോഴും പറയുന്നത്, ഇതുപോലത്തെ വ്യത്യസ്ത ആരാധനാ കർമ്മത്തിൽ വന്നവർ ഭാര്യയും ഭർത്താവുമായി വരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ വ്യത്യസ്ത രൂപത്തിലുള്ള കുടുംബം ഒരു സ്ഥലത്ത് ഉണ്ടാവുകയും, അല്ലെങ്കിൽ അങ്ങനെ അനേക കുടുംബങ്ങളിൽ ഒരു വാർഡ് ഉണ്ടെങ്കിൽ ആ വാർഡ് എന്താവും അല്ലേ? നമ്മുടെ പഞ്ചായത്തിലൊരു വാർഡ് എന്ന് പറയുമ്പോൾ എത്ര വീടുണ്ടാവും? 1200ഓളം വീട് കാണും. ഇത് വ്യത്യസ്ത ഈ വാസനയുള്ളവരാണെങ്കിൽ ഒരു ഒന്നിക്കോ? ഒന്നിക്കില്ല. ഈ ഗതികേട് നമ്മുടെ കുടുംബത്തിലും കയറി കിടക്കുമെന്നാണ് ഗുരു പറയുന്നത്. ഇതിനാണ് ഗുരു നമ്മളോട് പറയുന്നത്, നിങ്ങൾ ആശ്രമത്തിൽ വരികയും നിങ്ങൾക്ക് വീട്ടിൽ ഒരു ഒരുമിച്ചുള്ള ഒരു പ്രാർത്ഥന വേണമെന്ന് പറയുകയും ചെയ്തു. നമ്മുടെ വീട്ടിൽ
നമുക്കൊരിക്കലും ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ട് വരും. പല വീടുകളിലും പോയപ്പോൾ ചിലവരൊക്കെ വളരെ നേരത്തെയാണ് എണീക്കുന്നത്. 8 മണിയാണ് അവരുടെ വളരെ നേരത്തെ. 9 മണിയെന്ന് പറയുന്നതാണ് ഒരു മിനിമം നോക്കാന്നൊക്കെ പറയണേ. പിന്നെ പേരിന് ഒരു വയസ്സായ അമ്മയുണ്ടാവും വീട്ടിൽ. അവരൊരു 5:45 എണീച്ച് പാവം കൈയും കാലും നല്ല ചൂടുവെള്ളമൊക്കെ വെച്ച് ഒഴിച്ച് എങ്ങനെയോ വന്നൊരു വിളക്ക് എത്തിക്കും. അതൊരു എന്താണ് വഴി പാടായി തീരുക. കാരണം നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു സംസ്കാരം. എന്നിട്ട് എന്നോട് കംപ്ലൈൻ്റാണ്, സ്വാമി അവളെ ഒന്ന് പറഞ്ഞ് ഉപദേശിക്കണം, അല്ലെങ്കിൽ അവനെ ഒന്ന് ഉപദേശിക്കണം. എന്താണ് അവൻ എണീക്കുന്ന 9 മണിക്ക്, ഞാൻ 8:30 എണീക്കും. അപ്പോൾ അരമണിക്കൂറാണ് നമ്മൾ ഗ്യാപ്പ്. ഈ സംസ്കാരം നമ്മുടെ വീട്ടിൽ നിന്ന് മാറും. നമ്മുടെ ഇടയിൽ നമ്മുടെ ഈ രീതിയിലുള്ള മടി നമ്മളിൽ നിന്ന് പോകണമെങ്കിൽ നമ്മൾ ആശ്രമ പരിചയം കൊണ്ടുവരണം. ആശ്രമത്തിൽ വന്ന് നിന്ന്, അല്ലെങ്കിൽ ആശ്രമത്തിൽ വന്നും പോയി നിന്ന് ഈ ഗതികേട് മാറ്റിയെടുക്കും. അത് പലപ്പോഴും നമ്മൾ ഗുരുവിൻ്റെ മുന്നിൽ പോകുമ്പോൾ ചിലതൊക്കെ മാറിപ്പോകും. അത് അങ്ങനെ സംഭവിക്കാറുണ്ട്. ചിലവരുടെ ഭക്തി തന്നെ പോകാറുണ്ട്. ചിലവർ ആശ്രമത്തിൽ നിൽക്കുമ്പോൾ ഭക്തി പോവും. അറിയോ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്താ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് ഈ ഭക്തി കൊടുത്തിട്ടുള്ള ഈ ആരാധനാമൂർത്തിയോ പ്രതിയോ ഈ ഗുരുവിൻ്റെ പ്രകാശത്തിൽ അണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഭക്തി ഉണ്ടാവില്ല. ഇപ്പം നമ്മളിവിടെ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട്, ആഞ്ഞു പ്രവർത്തിക്കുന്നു പല കാര്യത്തിൽ. ഇപ്പം ഇവിടെ ഹാരം കെട്ടാൻ വേണ്ടി വരാറുണ്ട്, ഇവിടെ ഈ പച്ചക്കറി വെക്കാൻ വേണ്ടി കുറേ പേര് വരാറുണ്ട്, ചിലവരിവിടെ ആ മണൽ കയറ്റാൻ വേണ്ടി വരാറുണ്ട്, ചിലവർ നല്ലോണം പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഇവരുടെ തലമുറയിൽ നിൽക്കുന്ന ഈ ആരാധനാ കർമ്മം. നമ്മുടെ ആശ്രമത്തിലെ ഒരു പ്രധാനപ്പെട്ട കുടുംബത്തിൻ്റെ കാര്യം എടുക്കണമെങ്കിൽ ആ കുടുംബത്തിലെല്ലാവരും ഡോക്ടർമാർ. അപ്പോൾ ഗുരു നോക്കാൻ പറഞ്ഞു എന്താ അതിൻ്റെ കാരണം. അപ്പോൾ കഴിഞ്ഞ യുഗത്തിൽ ഗുരുവിനൊരു സന്യാസിയായിരിക്കുന്ന സമയത്ത്, ഗുരു അവധൂതി വൃത്തിയുടെ കർമ്മത്തിൽ വന്ന സമയത്ത് ഗുരുവിനെ ശുശ്രൂഷിച്ചിട്ടുള്ള ഒരു വൈദ്യ കുടുംബത്തിൻ്റെ ഭാഗ്യമാണ് ഇന്ന് അവരുടെ കുടുംബത്തിൽ ഏകദേശം 26ഓളം MBBS MD ഡോക്ടർമാർ. അപ്പോൾ ഗുരു പറഞ്ഞു, ഇതിൻ്റെ ഭാഗ്യം നിങ്ങൾക്ക് കിട്ടാനുള്ള കാരണം ഇങ്ങനെ ഓരോ കർമ്മത്തിൻ്റെ വശമാണ്. ആ ഭാഗ്യം നിങ്ങൾ കളയരുത്. ഇതെല്ലാവരോടും ഗുരു പറഞ്ഞു തരാറ്. നമുക്കൊക്കെ ഇതിൻ്റെ കാര്യകാരണങ്ങൾ പറഞ്ഞു തരും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഈ ജീവനിൽ കിടക്കുന്ന ഈ ഗതികേട് നമ്മളെ ഇതാക്കും. അത് ചില വീടുകളിലൊക്കെ പോയാൽ പറയാറുണ്ട്, തൊട്ട വീട്ടുകാർ ഞങ്ങളെ നോക്കി അസൂയപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വരാൻ പറ്റാത്തത്. കുറ്റം അവർക്കാണ്. ക്യാമ്പിന് വരാത്തതിൻ്റെ കുറ്റം പറഞ്ഞാൽ ഒരാൾ അല്ലേ. ചിലവർ ഈ എന്താണ് മാട്ടുമന്ത്രം അല്ലേ, അതിലൊക്കെ വിശ്വസിക്കുന്നില്ലേ? ഉണ്ടോ? ഉണ്ട് എന്നാ പറയണം. തകിട് വെക്കൽ, മുളക് വരട്ടൽ അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരും. അപ്പോൾ ഇവിടെയൊക്കെ ഗുരു പറയാറുള്ളത്, എടാ ഇതിലൊന്നും കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരാൾ എന്നോട് സംസാരിച്ചിരുന്നു പാലക്കാട്. അയാൾ ഇപ്പോഴും വലിയ മന്ത്രവാദിയൊക്കെയാണ്. അപ്പോൾ ഞാൻ അയാളോട് ഒരു ചോദിച്ചു, 1 ലക്ഷം രൂപ ഞാൻ തരാം, നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു മന്ത്രവാദം ചെയ്ത് പാകിസ്ഥാനെ ഒന്ന് ക്ലിയർ ആക്കണം. നിങ്ങളുടെ ഉപദ്രവമില്ല, പട്ടാളൊന്നും വേണ്ടല്ലോ. വേണ്ടി അതിന് കൂടുതൽ തരാം, പട്ടാളൊന്നും വേണ്ടല്ലോ. ഒരു കൊല്ലം നമ്മൾ ഏകദേശം ചിലവാക്കുന്ന 1 ലക്ഷം കോടി രൂപയൊക്കെയാണ് നമ്മുടെ സൈനിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നത്. ഇതുപോലത്തെ 2 മന്ത്രവാദി ഉണ്ടെങ്കിൽ എളുപ്പമില്ല. അവിടെ പോയി നിന്നിട്ട് സൂസ് കൊണ്ട് 2 തകിടെടുത്ത് അങ്ങോട്ട് എറിഞ്ഞാൽ നമ്മുടെ പ്രശ്നം തീരുമോ? ഒന്നും തീരില്ല. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നു ഇപ്പോഴും നമ്മുടെ പല ആൾക്കാരും പല രീതിയിലും നമ്മുടെ രീതിയിൽ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു അഭ്യുദയകാംക്ഷിയാണ് ഒരു ആസ്ട്രോളജിൽ ഹരി കൊണ്ടൊരാൾ, നിങ്ങൾ കാണാം, TV-യിലൊക്കെ വരും. അയാൾ പറഞ്ഞ ഒരു അനുഭവമാണ്. അയാൾ ഒരു ദിവസം രാവിലെ അദ്ദേഹത്തിന് തുടങ്ങി, അപ്പോൾ ആൾക്കാരിങ്ങനെ കാണാൻ തുടങ്ങി. അപ്പോൾ ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീ വന്ന് വളരെ വിഷമിച്ചിട്ടാണ് അത്ര ആ സ്ത്രീ വരുന്നത്. എൻ്റെ അച്ഛന് മുക്തി കൊടുക്കണം. ഇയാളാകെ വിഷമത്തിലായി. ഞാൻ എന്താ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട്? അതെന്ത് വേണമെങ്കിൽ ഞാൻ ചെയ്യാം. അല്ല, എന്താ അച്ഛന് എന്താ പ്രശ്നം? അപ്പോൾ അവരൊരു പത്രം കാണിച്ചു കൊടുക്കും. എന്നുവെച്ചാൽ കൊല്ലത്ത്
ഏറ്റവും പ്രധാനമായി ഇത് നടക്കുന്ന കൊല്ലം, പറഞ്ഞ ഇവിടുത്തെ കൊല്ലമല്ല, ഞാൻ പറഞ്ഞ തിരുവനന്തപുരത്തെ കൊല്ലം. അവിടെ ഇളനീര് ഊട്ട് നടത്തുന്ന ഒരു വലിയൊരു ക്ഷേത്രമുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, അവിടെ വലിയ ക്ഷേത്രമാണ്. അവിടുത്തെ രാവിലെ നേരത്തെ നടക്കുന്ന ഈ സമാപന ചടങ്ങിൽ ഗുരുതി കൊടുക്കുക. അവർ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ കുരുതി കൊടുക്കൽ? ലാസ്റ്റ് ചടങ്ങ് കുരുതി കൊടുക്കലാണ്. അതൊരു ചുവപ്പ് വെള്ളം ഇങ്ങനെ തെളിച്ച് അടുത്ത കൊല്ലം കാണാൻ വേണ്ടി പിരിയാണ്. എന്നിങ്ങനെ കാണിച്ചു. അപ്പോൾ ഫോട്ടോ കാണുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ അവർ എന്താ കുഴപ്പം? ഇതാ നിൽക്കണതാണ് എൻ്റെ അച്ഛൻ, ഈ ഫോട്ടോയിൽ ഈ നിൽക്കുന്നതാണ് എൻ്റെ അച്ഛൻ. എന്നിട്ട് അടുത്ത പേപ്പർ എന്താണ്? അച്ഛൻ്റെ മരണ വാർത്ത. അപ്പോൾ ഈ ഫോട്ടോൻ്റെ 6 മാസം മുമ്പ് അയാൾ മരിച്ചു കഴിഞ്ഞു. എന്താണ്? ഈ ഫോട്ടോയിൽ നിൽക്കുന്ന അച്ഛൻ 6 മാസം മുമ്പ് മരണപ്പെട്ടു. പക്ഷെ അദ്ദേഹത്തിന് ജീവന് മുക്തി കിട്ടാത്തതുകൊണ്ട് അവിടെ പോയി നിൽക്കണു. അവിടെ നിൽക്കണു ഫോട്ടോയിൽ. ഇയാളൊരു ഫോട്ടോയിൽ എങ്ങനെ ഈ പ്രേതം വരും? ആകെ കൺഫ്യൂഷനായി. മൂപ്പരൊക്കെ അവിടെയൊക്കെ ഒന്നും കൂടി നോക്കിയെന്നാണ് പറയണത്. അല്ല, എഴുതി നിങ്ങൾ വായിച്ചു, വളരെ രസകരമായി പറയണം. അയാളും പേടിച്ചു പോയി. രണ്ടും സത്യമാണ്. ഫോട്ടോയിൽ കാണുന്നത് അച്ഛനാണ്, മരണവാർത്ത അച്ഛൻ്റെയാണ്. അച്ഛൻ 6 മാസം മുമ്പ് മരിച്ചു കഴിഞ്ഞു. ആ ക്ഷേത്രത്തിൻ്റെ ആ ദിവസം രാവിലെ 3 മണി 3:30 4 മണിക്ക് നടക്കുന്ന ആ കുരുതി കൊടുക്കലിൽ ആര് നിൽക്കുന്നു? അച്ഛൻ നിൽക്കുന്നു. ഇയാൾ ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് വരൂ, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു മടക്കി അയച്ചു. നേരെ അച്ഛനെ വിളിച്ചു. അച്ഛൻ പറയടാ അങ്ങനെ സാധ്യമില്ല, കാരണം പ്രേതത്തിന് ഫോട്ടോയിൽ കിട്ടി, ഉറപ്പാണ്. അപ്പോൾ ഇയാൾ അങ്ങനെ ഏത് ചെയ്തു? കേരള കൗമുദിയുടെ എഡിറ്ററെ വിളിച്ചു. അയാൾ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ആ ഫോട്ടോഗ്രാഫറിന് പോയ ആളെ ഞാൻ ഫോൺ നമ്പർ അയാളെ വിളിക്കുക. അയാളെ വിളിച്ചു. അവിടെ അതെ അന്ന് ഗുരുതെടുക്കുമ്പോൾ ഫോട്ടോ എടുത്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇല്ല, അതിലൊരു പ്രശ്നമുണ്ട്, എനിക്കൊന്ന് സംസാരിക്കാണ്ട്. അപ്പോൾ അയാൾ ചോദിച്ചു, എന്താ പ്രശ്നം ചോദിച്ചു. അല്ലേ, ഒരു മരണപ്പെട്ട ആൾ അതിൽ നിൽക്കേണ്ടത്, അയാളെ ഫോട്ടോയിൽ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ഏത് ക്യാമറ കൊണ്ടാണ് ഫോട്ടോ എടുത്തതെന്നൊക്കെ ചോദിച്ചു. അയാളാകെ വശം. അയാൾ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വിളിച്ചു. ഈ ഫോട്ടോഗ്രാഫർ തിരിച്ചു വിളിച്ചു, സാറേ പ്രശ്നം ഉണ്ടാക്കരുത്. എന്താ? അതെ, ഞാൻ 2 എണ്ണം വിട്ട് 2-3 വിട്ടപ്പോൾ എക്സ്ട്രാ ഞാൻ സുഖമായി കിടന്ന് ഉറങ്ങിപ്പോയി. രാവിലെ എണീക്കുമ്പോഴേക്കും ഗുരുതിയെ കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഫോട്ടോ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഞാനെന്ത് ചെയ്തു? അത് പ്രിൻറ്റിങ്ങിന് വിട്ടു. ആരും അറിയില്ലല്ലോ, ഞാൻ നടക്കുന്ന ഒരേപോലെയാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം അല്ലേ. ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ ആ ഫോട്ടോനെ എടുത്ത് ഞാൻ എന്ത് ചെയ്തു? അയാളുടെ പുസ്തകം ഇറക്കിയിട്ടുണ്ട് ഈ കാര്യം പറഞ്ഞു. കൊട്ടിയൂർ എന്ന ക്ഷേത്രത്തിലെ കാര്യമാണ് ഈ പറയുന്നത്. ഇളനീർ നടത്തണം. പക്ഷേ 3.5 ലക്ഷം രൂപ അപ്പോഴേക്ക് ഈ സ്ത്രീ എന്ത് ചെയ്തിട്ടുണ്ട്? ചിലവാക്കി കഴിഞ്ഞു. പല ഹോമവും ചടങ്ങും, പിന്നെ എവിടെയാണ് അവിടെ ഇവിടെയും മറ്റെവിടെ ആണിയടിക്കലും, പിന്നെ മരത്തിൽ എന്താണ് ആവാഹിച്ച് കൊണ്ടുപോക്കും ഒക്കെ നടത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലത്തെ ചില കാര്യങ്ങൾ നമ്മുടെ വിശ്വാസികളുടെ ഇടയിലും കയറി കിടക്കുകയാണ്. ആശ്രമത്തിൽ വരുന്നത് സന്യസിക്കാനാണെന്നും ആശ്രമത്തിൽ വന്നു കഴിഞ്ഞാൽ കല്യാണം നടക്കില്ല എന്നുള്ള തെറ്റിദ്ധാരണകൾ നമ്മുടെ ഇടയിലൊക്കെ വളർന്നു. ഗുരു പറയണത് ആശ്രമത്തിൽ വരേണ്ടത് എവിടം കൊണ്ടാണോ നിങ്ങളുടെ കർമ്മം തെറ്റിയത് ആ കർമ്മത്തെ നിവർത്തിച്ചെടുക്കാൻ വേണ്ടി ആയിരിക്കണം നിങ്ങൾ ആശ്രമത്തിൽ വരുന്നത്. ആ കർമ്മത്തിൻ്റെ മഹിമയും നിങ്ങളെ തലമുറ രക്ഷപ്പെട്ടു പോകും. എന്നാലേ മുമ്പ് പറഞ്ഞതുപോലെ നല്ല ജീവനുകൾ വന്ന് ജനിക്കൂ. നല്ല ജീവനുകൾ വന്ന് ജനിക്കണമെങ്കിൽ നമുക്ക് അത്രയും ജീവന് ശേഷിത്വം ഉണ്ടെങ്കിൽ മാത്രമേ ജനിക്കുകയുള്ളൂ എന്നാണ്. അതൊരിക്കൽ ശിശുവ് ജന്നി ഞങ്ങളെല്ലാവരെയും കൂടി സംസാരിക്കുന്ന സമയത്ത് ജന്നി ഭയങ്കര ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും പറഞ്ഞു. ഋഷ്യത്തിനെ ജന്നി നോക്കിയിട്ട് പറഞ്ഞു, നീ ജനിക്കാൻ വേണ്ടി ഗുരു വർഷങ്ങളോളം ഇരുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? സങ്കല്പം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഒരു ജീവൻ, നല്ലൊരു ജീവൻ മനുഷ്യനായി ജന്മം കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. കാരണം മനുഷ്യജന്മം എന്ന് പറയുന്നത് അത്രയും ഹീനമായൊരു കർമ്മഗതിയാണെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഗുരുഗീതയിൽ അമ്മ പഠിപ്പിക്കേണ്ട, അടുത്ത് പഠിക്കും. കൃമികൂട വരാവിഷ്ട ദുർഗന്ധി മലമൂത്രകം ശ്ലേഷ്മരക്ത ത്വജാമാംസ എന്ന് വിളിക്കും. കൃമികൂടങ്ങൾ കൊണ്ട് നിറഞ്ഞതും ചലം, രക്തം, മജ്ജ ഒക്കെ കൊണ്ട് നിറഞ്ഞൊരു ശരീരത്തിൽ ഒരു ജീവൻ വരാൻ മടിവെക്കും. അപ്പോൾ നമ്മളതിനെ നോക്കൂ. നമ്മളോട് ഗവൺമെൻറ് പറയാണ്, ഇപ്പോൾ ഇരിക്കുന്ന വീട് മാറിയിട്ട് ഒരു കാട്ടിൻ്റെ ഉള്ളിൽ വഴിയില്ലാത്തൊരു സ്ഥലത്ത് പോയി താമസിക്കണം പറഞ്ഞ് നമ്മൾ പോവോ? ഇല്ല. ഒരു ചളിക്കുണ്ടിൻ്റെ അടുത്തൊരു വീടുണ്ട്, അവിടെ പോയി താമസിച്ചു പറഞ്ഞാൽ പോവില്ല. എന്നതുപോലെ തന്നെയാണ് അവരും. പിന്നെ ആരേ വരുള്ളൂ?
പിന്നെ ആരെയും ഇങ്ങോട്ട് വരുള്ളൂ? ആക്രികളായ ആൾക്കാരെ നമ്മുടെ വന്ന് ജനിക്കൂ. അപ്പം ഈ പറയുന്ന നമ്മുടെ ജാതി കൊണ്ടും നമ്മൾ ജാതകം കൊണ്ടും നമ്മുടെ മതം കൊണ്ടും നമ്മൾ നടത്തിയിട്ടുള്ള അബദ്ധങ്ങൾ, അതാണ് സ്വാഗത പ്രസംഗത്തിൽ നിവേദിത പറഞ്ഞത്. ഒരുപാട് അബദ്ധങ്ങൾ നമ്മുടെ കയ്യിൽ പറ്റിപ്പോയി. ഈ അബദ്ധത്തിൻ്റെ പിന്നീടുള്ള പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മക്കളൊക്കെ ഇവിടുന്ന് എവിടേക്ക് പോകുന്നത്? വിദേശങ്ങളിലേക്ക് പോകാനുള്ള പ്രധാന കാരണം. ഗുരു പറഞ്ഞത്, അങ്ങനെ അവിടെ പോയി കഷ്ടപ്പെടാനാണെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ ഇവിടെ ജനിച്ചു? ഇങ്ങനെ പോയിട്ട് ഡംപ് കാണിക്കാനാണെങ്കിൽ നിങ്ങൾ എന്തിനു ഇവിടെ വന്നു? ഭാഗ്യമുണ്ടെങ്കിൽ ഇതെല്ലാം നിന്റെ കാലിൻ്റെ ചോട്ടിൽ വന്ന് കിടക്കും. അപ്പം ഞങ്ങളെല്ലാം അടുത്ത് പോയി നിന്നു ഗുരുവിൻ്റെ അടുത്ത്. ഗുരു എങ്ങനെ ഭാഗ്യം ഉണ്ടാവുക? പൈസ ഉണ്ടാവണ്ടേ? ചെറുപ്പക്കാരായിരുന്നു. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണ്? അന്ന് പണം എങ്ങനെയാണ്, എന്തോ ഒരു മന്ത്രമുണ്ട്, ജപിച്ചാൽ പണം അങ്ങനെ വരുന്ന വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഗുരു പറഞ്ഞു, ജീവന് പുണ്യമാണ്, പുണ്യത്തിനെ ഭാഗ്യം ഉണ്ടാക്കാൻ പറ്റുന്നു. ഭാഗ്യത്തിൽ നിന്ന് എന്ത് വരുള്ളൂ? ജംഗമ വസ്തുക്കൾ വരും. നമുക്കെന്തില്ല? നമ്മൾ നമ്മളെക്കാൾ താഴെയുള്ളവർ ആരാധിച്ചു. അതാണ് ജ്ഞാനപ്പാനിയിൽ ആര് പറയണത്? പൂന്താനം പറയണത് അല്ലേ? എന്താ പറയണത് അറിയോ? യുഗങ്ങളിൽ 4 നല്ലതല്ലോ കലിയുഗം, അതിൽ ഒരു പുല്ലായിട്ടെങ്കിലും ജന്മം കിട്ടണമെന്ന് ആര് പ്രാർത്ഥിക്കുന്നു? ആരാ പ്രാർത്ഥിക്കണം? ദേവേന്ദ്രൻ. ദേവേന്ദ്രൻ ആരാ? ഈ ദേവീ ദേവന്മാരുടെയൊക്കെ ലീഡറാണ് അദ്ദേഹം. ആ അവസ്ഥയാണ് ഞാൻ പറയണത്. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാലേ ശരിയാവുള്ളൂ. മുഖ്യമന്ത്രി പറഞ്ഞ ആരാ മുഖ്യമന്ത്രി പറഞ്ഞ അവസ്ഥ? ഒരു സ്റ്റേറ്റിൻ്റെ എല്ലാത്തിൻ്റെയും അല്ലേ അധികാരമായി നിൽക്കുന്നത്. അതുപോലെ ഈ ഗണങ്ങളിൽപ്പെട്ട ദേവീദേവ ഗണങ്ങളുടെ ഇതിൻ്റെ അധിപനായി വരുന്ന ആളാണ് ദേവത. അദ്ദേഹം പോലും എന്തായിട്ടേ ജനിക്കുള്ളൂ? ഒരു പുല്ലായിട്ടേ ജനിക്കാൻ പറ്റുള്ളൂ. അവിടെ നമ്മൾ എന്തായി ജനിച്ചു? മനുഷ്യർ. അപ്പം ആരാ വലുത്? നമ്മളാണ്. നമ്മൾ ദേവേന്ദ്രൻ്റെ വീട്ടിൽ കക്കൂസ് കഴുകുന്ന ആളെ പോയി ദൈവമായി വിചാരിച്ചു. എന്നുവെച്ചാൽ BCom പാസ്സായ നമ്മൾ 3ാം ക്ലാസ്സുകാരത്ത് ട്യൂഷന് പോയ പോലെ എങ്ങനെയുണ്ടാവും? ഇതാണ് നമ്മുടെ കുടുംബത്തിൽ കയറി വന്നിട്ടുള്ള സകല ദാരിദ്ര്യത്തിൻ്റെയും ഗതികേടിൻ്റെയും കാരണം. ഇതിനെ മറികടക്കണം എന്നാണ് ഗുരു പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഗുരു പലവരും സുഖമായി ജീവിക്കണ്ടല്ലോ? ഉണ്ട്. ഇല്ല എന്ന് ഗുരു പറഞ്ഞിട്ടില്ല. ഗുരു പറഞ്ഞു അതുണ്ട്, ഐശ്വര്യമുണ്ട്. പക്ഷെ ആ ഐശ്വര്യം നിലനിർത്താൻ അവർക്ക് സാധിക്കില്ല. കുറച്ച് കഴിയുമ്പോൾ ഇവരിൽ ഇത് തകർന്നു പോകുന്നു, ഇവരെ മാനസികമായി തകരുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായി വരുന്നത് ഇതുപോലത്തെ കർമ്മം കൊണ്ടും ആരാധന കൊണ്ടും ഈ പറഞ്ഞ പോലത്തെ തെറ്റായ കർമ്മം കൊണ്ടും ഇവർ തെറ്റിപ്പോയി. ഗുരു പറഞ്ഞു അത് ശരിയല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അത് ചെയ്യേണ്ട ഒരു കാലമുണ്ട്. ആ സമയത്ത് അത് ചെയ്യണം. അത് 2 യുഗത്തിലുമായി ചെയ്തു പോകേണ്ടതാണ്. അത് നിങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്ന് എങ്ങനെ ശരിയാവും? ഇപ്പോൾ ആരെങ്കിലും കൽക്കരി ട്രെയിൻ ഓടിക്കുമോ? അപ്പോൾ കൽക്കരി ബസ് ഓടിക്കാറുണ്ടോ? ഇല്ല. അതിൻ്റെ കാലം കഴിഞ്ഞു. അതിനിപ്പോൾ കൊണ്ടുവരികയോ അതിൻ്റേതായ ധർമ്മത്തിൽ അതിന് വേണ്ട സാധനങ്ങൾ നോക്കുകയോ ചെയ്താൽ നമ്മൾ താഴേക്ക് പോകും. ഇതുപോലത്തെ തെറ്റായ കർമ്മത്തിൻ്റെ വശം കൊണ്ട് വന്നിട്ടുള്ള ഗതികേട് നമ്മുടെ കുടുംബത്തിൽ കയറി കിടക്കുമ്പോൾ നമ്മളെ കുട്ടികളെ മോള് പറഞ്ഞ പോലെ വിളിച്ച് നമ്മളെന്ത് പറയും? ഇല്ലാത്ത നുണയൊക്കെ പറയും. കാരണം ഒരു പേടിയും വേണ്ട, അവൻ്റെ ജീവനിൽ കിടക്കുന്ന വാസന എളുപ്പത്തിൽ പറയും. പിന്നെയോ എലിപ്പത്തായം പോലെയാണ് ഇപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരുടെയൊക്കെ ജീവിതം. എന്താ എലിപ്പത്തായം പോലെ? അറിയോ? എലിപ്പത്തായം സിനിമ കണ്ടിട്ടുണ്ടോ? എന്താ കാര്യം? നമ്മൾ പറഞ്ഞാൽ അവരനുസരിക്കില്ല. പിന്നെ നമ്മളെന്ത് ചെയ്യും? അവർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അനുസരണ ഉണ്ടാകും. നമ്മളെ കുട്ടികൾ പറയും എനിക്കിത് പറ്റില്ല അച്ഛാ, എനിക്ക് അതേ പഠിക്കാൻ പറ്റുള്ളൂ. എന്നാൽ അത് പഠിച്ചു. നമുക്ക് ഗുരുവിനോട് ചോദിക്കാം. ഗുരു പറയണേ അത് വേണ്ട, അല്ല അത് പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ തീരുമാനം എടുത്തിട്ടാണ് പോകുന്നത്. ഗുരുവിനോട് ചോദിക്കാം, ഗുരുവേ ഞാൻ എന്നത് പഠിക്കട്ടെ? പഠിച്ചു. ഞാൻ എന്ത് പഠിക്കണം എന്നല്ല ഞാൻ ചോദിക്കാറ്. ഞാൻ എന്താ ചോദിക്കാറ്? അല്ലേ? ഇതാണ് നമ്മുടെ കുഴപ്പം. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായ ഒരു കാര്യം, ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ജീവൻ്റെ കർമ്മഗതി അഴിക്കലാണ്. അതിൽ നമുക്ക് പലതും നഷ്ടപ്പെട്ടു എന്ന് വരും. ജീവൻ്റെ കർമ്മഗതി അഴിയുമ്പോൾ
ചിലപ്പോൾ നമ്മൾ സമ്പന്നതയിൽ നമ്മൾക്ക് ചില മാറ്റങ്ങൾ വരും, നമ്മുടെ ബന്ധങ്ങളിൽ മാറ്റം വരും. നമ്മുടെ പ്രഭാകരേട്ടൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ടത്. പ്രഭാകരേട്ടൻ പറഞ്ഞത് ആശ്രമം തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ആളാണ്. അയാളുടെ ഭാര്യയും സ്വസ്ഥമായി ജീവിക്കുകയാണ്, ഗുരുവിൻ്റെ അടുത്ത് എപ്പോഴും വരും. ഒരു ദിവസം ഗുരു പറയുകയാണ്, എടാ നീ അവളെ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി. ആരെ? ഭാര്യന്. ഒപ്പം വന്നാണ്, രണ്ടുപേരും ഈച്ചയും ചക്കരയും നടക്കുകയാണ്. എന്താ പറയണ ഗുരു? അവളെ വീട്ടിൽ കൊണ്ടുപോയി, നീ മതി. അദ്ദേഹം തികഞ്ഞ ഭക്തനാണ്, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗുണം. നമ്മളെ പോലെയല്ല, ഗുരുവിന് എവിടെയോ അബദ്ധം പറ്റിയിട്ടുണ്ട്, ഗുരു പറയുന്നില്ല, എന്തോ സംശയം ഗുരുവിന് ഉണ്ടായിട്ടുണ്ട്, അന്ന് നമ്മളൊക്കെ പറയാം. പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അതൊന്നും സംഭവിച്ചില്ല. അദ്ദേഹം ആ സ്ത്രീനെ നേരെ വീട്ടിൽ കൊണ്ടുവിട്ടു. ഡൈവേഴ്സിൻ്റെ വക്കിലേക്ക് പോവാണ്. 4 സഹോദരന്മാരാണ്, എല്ലാം 6 അടി 2 ഇഞ്ചാണ് ഹൈറ്റ്. അടി പാർസലായി കിട്ടി, മനസ്സിലായോ? ആകെ പ്രശ്നം. അളിയന്മാരെല്ലാവരും കൂടി വന്നു ആശ്രമത്തിൽ. ഗുരുവിൻ്റെ യോധ കണ്ടു. ഗുരു പറഞ്ഞു, ഏത് അവൻ ആരുടെ കൊണ്ടുവിടെ? കോട്ടി കഴിവ് അവന് വിളിയിടാ അവനെ എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹവും അന്തം വിടുകയാണ്, കാരണം പറഞ്ഞതാരാ? ഗുരുവാണ്. പക്ഷെ ഗുരു അവരെ മുന്നിൽ വെച്ച് ചീത്ത വിളി, നീ എന്താ കാണിച്ച് അവളെ കൊണ്ടുവിടാൻ കാരണം? നീ മര്യാദയ്ക്ക് 2 ദിവസത്തിൽ തീരുമാനം പറയണം. ഭയങ്കര ബഹളം എന്നവർ, മനസ്സിലായോ? അപ്പോൾ 2 ദിവസമല്ലേ, 2 ദിവസം, ആ 2 4 ആയി, 6 ആയി, 10 ആയി, അങ്ങനെ പോകാൻ തുടങ്ങി. ആകെ പ്രശ്നം. എപ്പോഴാണ് ഈ വക്കീൽ നോട്ടീസ് അയക്കേണ്ട ഘട്ടത്തിൽ, എപ്പോഴാണ് അടി വീഴുക? അപ്പോൾ ഇടയ്ക്ക് പറഞ്ഞിട്ട്, ഗുരു ഞാൻ വഴിക്കൊന്നും പോരുത്, അവിടെ പോയി അടി ഉറപ്പാണ് അല്ലേ? അങ്ങനെ അദ്ദേഹം പറയണത്. ഒരു ദിവസം ഒരു 2 കൊല്ലത്തോളം കഴിഞ്ഞു, 2-2.5 വർഷം കഴിഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, പോയി അവളെ വിളിച്ചിട്ട് വാടാ. ഇദ്ദേഹമാണെങ്കിൽ വിറക്കിയാണ്. എങ്ങനെ അവർ വീട്ടിൽ പോവും? എവിടേക്കാണ് പോകണം? പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് പോണ പോലെയാണ്, ചൈനയുടെ ബോർഡർ കിടക്കണ പോലെയാണ്. എങ്ങനെ പോവും? പക്ഷെ അദ്ദേഹം ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. വാം വെൽക്കം. ആൾ പറയുന്നു, ഭയങ്കര സ്വീകരണം. അളിയന്മാരെല്ലാവരും വിളിച്ചു ഇരുത്തി, ചായയും കാപ്പിയൊക്കെ കൊടുത്തു. എന്താ വന്ന് ഇങ്ങനെ വിളിക്കുക, ആ കൊണ്ടുപോയിക്കും. ഇയാളും അത്ഭുതപ്പെടുത്തി. അടി പ്രാർത്ഥിച്ച് വന്ന ആൾക്ക് ഗുരുകാരുണ്യം അങ്ങനെയാണൊക്കെ ഇദ്ദേഹം ഭയങ്കര പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അവരെല്ലാം റെഡിയായി ഡ്രസ്സൊക്കെ എടുത്തു, എല്ലാം വന്നു. അപ്പോൾ ഇയാൾ ചോദിച്ചു, നിങ്ങൾക്ക് ദേഷ്യമൊന്നും വരുന്നില്ലേ ഇങ്ങനെ ചെയ്യുന്നതിൽ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഗുരുവിശ്വാസം ഇല്ല, അവൾക്ക് വിശ്വാസിയാണ്, പക്ഷെ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ഞങ്ങളെന്ത് ചെയ്തു? പണിക്കരെടുത്ത് പോയി. പണിക്കര് പറഞ്ഞു, ഈ ജാതകം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇതിൽ ഇയാൾ ജീവിച്ചിരിപ്പില്ല. ഇവർ ഒന്നിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ഇതിലൊരാൾ എന്തില്ല, ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ഇത് കൊണ്ടുവരും, ഞാൻ പിന്നെ നോക്കാവും, സാധനം തിരിച്ചു കൊടുക്കുന്നു. അപ്പം ഞങ്ങൾക്കറിയാം നിൻ്റെ ഗുരു നിങ്ങൾ 2 പേരും രക്ഷിക്കുകയാണ്. ഈ കഷ്ടകാലത്തിൻ്റെ സമയത്ത് നമ്മളെ രക്ഷിക്കലാണ് ആരുടെ പണി? ഗുരുവിൻ്റെ പണി. പക്ഷെ നമ്മളെന്ത് ചെയ്യും? ഗുരുവിനെ ചവിട്ടിയിട്ട് നമ്മൾ പോകും. അതാണ് ഈ അമ്മമാരോടൊക്കെ ഇവിടെ നിൽക്കാൻ പറയുന്നത്. പക്ഷെ അമ്മമാരൊക്കെ എന്ത് പറയും? അവിടെ വലിയ വീടുണ്ട്, കിണറുണ്ട് അല്ലേ? നമ്മളിവിടെ നിൽക്കാൻ പറയണ അതിനാണ്. കുട്ടികളെ ഇവിടെ നിർത്താൻ പറയണം. നിങ്ങൾക്കറിയാം, ചേർത്തലയിൽ ചൈതന്യസ്വാമി ഇവിടെ വന്നപ്പോൾ പറഞ്ഞൊരു അനുഭവം. അവിടുത്തെ കൃഷ്ണൻ എന്ന് പറഞ്ഞ ആള് എല്ലാവരോടും പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് വന്ന ഒരു കുട്ടിയെ നോക്കിയിട്ട് ഗുരു പറയും, ഇതാരുടെ കുട്ടിയാണ് ചോദിച്ചു. അപ്പം ഇന്നാളുടെ കുട്ടിയാണ് പറഞ്ഞു. അവനെ വിടണ്ട, അവനെ ഇവിടെ നിർത്തുക. ഇതേപോലെ ഈ കണ്ണൂരുകാർ പറയണ അതേ രീതിയിൽ അയാൾ ഉത്തരം പറഞ്ഞു. എന്താ പറഞ്ഞു? അവന് സ്കൂളുണ്ട്, സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, ട്യൂഷനുണ്ട്, സ്പെഷ്യൽ ട്യൂഷനുണ്ട്. ഇതൊന്നും ഗുരുവിനെ അറിയില്ല, ഗുരു എഴുത്തിനും വായന അറിയില്ലല്ലോ അല്ലേ? നമ്മൾ അങ്ങനെയാണ്. ഗുരു പറഞ്ഞാൽ അത് വിടരുത്. അപ്പം ഈ ഗുരുവിൻ്റെ ഒപ്പം നിൽക്കുന്ന കുറച്ച് പേര് അയാളടുത്ത് പറഞ്ഞു. അപ്പോൾ അയാൾ പുതിയ ഐഡിയ കൊണ്ടുവന്നു. എന്താണ്? വസ്ത്രം എടുത്തിട്ടില്ല. നമ്മുടെ കുറേ പെൺകുട്ടികളും ഇതേപോലെ പറയാം, വസ്ത്രം എടുത്തിട്ടില്ല, ഞങ്ങളുടെ ആകെ 2 ഉള്ളൂ, സ്വാമി ഒരു അങ്ങനെ. അപ്പം അവർ അങ്ങനെ പറഞ്ഞ് എങ്ങനെയോ ആ കുട്ടിയെ കൊണ്ടുപോയി. അപ്പോൾ ഗുരു പറഞ്ഞു, പോയ 2 ദിവസത്തിനുള്ള ആ കുട്ടിയെ എന്ത് ചെയ്യണം? തിരിച്ചു വരണം, കൊണ്ടുവരണം. എന്നിട്ട് 2 പേര് ചുമതലപ്പെടുത്തി. പോയി 2, 3, 4, 5, 6 7-ാം ദിവസം ഫോൺ വരികയാണ്, കുട്ടിയെ പാമ്പ് അടിച്ചു. 8-ാം ദിവസം ഫോൺ വരികയാണ്, കുട്ടി പോയി. അയാളിപ്പോഴും വരുന്നുണ്ട്. കട്ടിക്ക് പ്രാർത്ഥനയാണ് പാവം. എന്താണ്? തൻ്റെ മകൻ്റെ ആയസിൻ്റെ ഗതികേട് അറിഞ്ഞുകൊണ്ടാണ് ഗുരു എന്ത് ചെയ്ത് അവനെ അവിടുന്ന് പോണ്ട എന്ന് പറഞ്ഞു.
എന്നാലും നമ്മളെന്ത് ചെയ്യും? നമ്മുടെ ധിക്കര് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന ഈ ഗതികേടിൻ്റെ വശത്ത് കൊണ്ട് നമ്മൾ പഠിപ്പിക്കാൻ നോക്കണവർ അല്ലേ? ഗുരു എപ്പോഴും പറയണ്ട, ഭാഗ്യമില്ലാത്തവൻ പഠിച്ചിട്ട് എന്താ കാര്യം? അവൻ പഠിച്ചിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവൻ തലവേദനയാണ് അവന് ഈ പറഞ്ഞ പോലെ അവൻ എഞ്ചിനീയർ ആവാം, ഡോക്ടർ ആവാം, അവൻ IAS ഇതാകാം, എന്തും ആവാം. പക്ഷേ ഈ ജീവനിൽ കിടക്കുന്ന ഈ ഗതികേട് മാറാതെ അവൻ എങ്ങനെ രക്ഷപ്പെടും? ഇപ്പോൾ രാജീവ് നാരായണസ്വാമി ഇന്നലെ കേസ് കൊടുത്തിട്ടുണ്ട്, പത്രത്തിൽ വന്നിട്ടുണ്ട്, കണ്ടോ? രാജീവ് നാരായണസ്വാമി IAS ഓഫീസറാണ്. ഇന്നലെ സുപ്രീം കോടതി വിധി അയാൾക്ക് എതിരായി വന്നിരിക്കുന്നു. എന്താ കാരണം? SLCയിൽ 600-ൽ 599 മാർക്ക് വാങ്ങിയ ആദ്യത്തെ ആളാണ്. പ്രീ ഡിഗ്രിയിൽ 900 മാർക്കാണ് അയാൾ. റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഫസ്റ്റ് റാങ്കാണ്. ആദ്യത്തെ മലയാളിയാണ് ഫസ്റ്റ് റാങ്കോടുകൂടി IAS പാസ്സായത്. ഒറ്റ ഡിപ്പാർട്ട്മെന്റിൽ അയാളെ വേണ്ട. അവസാനം മലയാളം കൊണ്ട് അയാളെ പ്രസംഗമൊക്കെ കേൾക്കണം. അതിമനോഹരമായ പ്രസംഗമാണ് യൂട്യൂബിലൊക്കെ. അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, അദ്ദേഹത്തിനെ പിരിച്ചുവിടാൻ തീരുമാനിച്ചു ഗവൺമെന്റ്. ലീവിന് പോയിക്കോളാൻ പറ്റും. അപ്പം ഇതിൻ്റെ എല്ലാം അർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ മക്കളെ ഈ ലോകത്തിന് ഉതകുന്ന വിധത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം നമ്മൾ വന്നത് ജാതി കൊണ്ടും ജാതകം കൊണ്ടും മതം കൊണ്ടും ആരാധന കർമ്മം തെറ്റിയിട്ടുമാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതെല്ലാ മതത്തിലും ആ കർമ്മഗതിയുണ്ട്. ഈ ഒരു മതത്തിലാണെന്ന് ഇതിലൊന്നല്ല, എല്ലാം കൊണ്ടും സ്വാർത്ഥ താല്പര്യം കൊണ്ട് വന്നിട്ടുള്ള ഒരു ഗതികേട് ഈ നമ്മുടെ ഇടയിലൊക്കെ കിടക്കുകയാണ്. ഇതിൽ ജനിച്ചിട്ടുള്ള മക്കളിൽ ഇതുപോലത്തെ വാസനപരമായ കർമ്മഗതി കയറി കിടക്കുകയാണ്. ഇത് എവിടം കൊണ്ട് ഒരു മഹാഗുരുവിന് മാത്രമേ തിരുത്തിത്തരാൻ സാധിക്കൂ. ഇത് എവിടം കൊണ്ട് ഈ കർമ്മം തെറ്റി, എവിടം കൊണ്ട് ഈ കർമ്മഗതി മാറിപ്പോയി, ഇതെങ്ങനെ തിരുത്താം? അതാണ് ശ്രീകൃഷ്ണനും നമ്മുടെ ഉദാലകനും നമ്മൾ ചർച്ചയിൽ വരുന്നത്. നിനക്ക് ഈ യുദ്ധം നേരത്തെ ചെയ്യായിരുന്നില്ലേ? അദ്ദേഹം പറയണ്ടേ, അതിന് ഭാഗ്യം വേണ്ടേ ഇവർക്ക്? ഇവരെ ഞാൻ കൊണ്ടുപോയി എത്ര കൊല്ലം പുറത്തുകൊണ്ട് ഈ 5 പേരെയും 16 വർഷം കൊണ്ടുപോയി. എന്നിട്ട് ഇവരുടെ പിതുരാശിയെ മൊത്തം ശുദ്ധീകരിച്ചു, ഇവർ തിരിച്ചു കൊണ്ടുവന്നു. എങ്ങനെ? ഇവർക്ക് രാജ്യം ഭരിക്കാനുള്ള ഭാഗ്യം. കാരണം ഇവർക്ക് ഈ ഭാഗ്യമില്ലാത്തവൻ രാജ്യം ഭരിച്ചാൽ ശരിയാവോ? എപ്പോഴെല്ലാം രാജ്യം ഭരിക്കാനുള്ള അവസ്ഥ കിട്ടുന്നുണ്ടോ അപ്പോഴൊക്കെ ഇവർ തുലയ്ക്കാറുണ്ട്. ഇവൻ്റെ അച്ഛനും അങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. ആര്? പാണ്ഡു അല്ലേ? എപ്പോഴാണ് അയാൾക്ക് ഭരണം കിട്ടുമ്പോൾ ഒക്കെ അദ്ദേഹം അത് ഇട്ടെറിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് അവരുടെ ധർമ്മത്തിൽ വന്ന സമയത്ത് അവർ ചൂത് കളിച്ച് കളഞ്ഞു. അപ്പോൾ അവരെന്നെ വിളിച്ചില്ല. ഞാൻ അറിയാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു, കൃഷ്ണൻ അറിയരുത്. അവിടെല്ലാം അവരുടെ ഭാഗ്യക്കുറവാണ്. ഇതിനെയാണ് ഗുരു നമ്മൾക്ക് തിരുത്തി തരുന്നത്. ഇതന്നെയാണ് നമ്മൾ തിരുവനന്തപുരത്തേക്കോ അല്ലെങ്കിൽ വെള്ളിയായി ആശ്രമത്തിലേക്കോ വിളിക്കുമ്പോൾ നിങ്ങളുടെ മക്കളെ തടസ്സപ്പെടുത്തും. ഈ തടസ്സത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗുരുവിനെ പിടിച്ചുകൊണ്ട് ഉറപ്പിച്ച് കടന്നു വരണം. അത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ എന്തൊക്കെയോ ആരാധനാമൂർത്തികൾ ഒരു പുതിയ പേരുകളൊക്കെ ഞാൻ ദിവസം കേൾക്കാറുണ്ട്. ഓരോ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഞെട്ടിക്കുന്ന ഓരോ ദൈവങ്ങളാണ്. ഇതാണ് പൊട്ടൻ എന്താണ് എൻ്റെ പേര്? അല്ല, പൊട്ടൻ എന്താണ് പറയാ? ഇതിന് പറയാ പൊട്ടൻ തെയ്യം, അങ്ങനൊരു തെയ്യം. അല്ല, പുതിയതാണ് ഇവിടെയൊക്കെ, പുതിയ സാധനങ്ങളാണ്. മച്ചിലിരിക്കുന്ന ആള് അല്ലേ? അല്ല പറയാം, ഇതെല്ലാം എന്നെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു സമുദായത്തിൻ്റെ ഒരു ഗോത്രത്തിൻ്റെ ഗതികേടൊന്നും ആലോചിച്ച് നോക്കും. ഇതിനെ പൊട്ടിച്ച് പുറത്തു വരണമെങ്കിൽ നിങ്ങൾക്ക് എന്തു വേണം? നിങ്ങളുടെ ഇടയിൽ ആദ്യമായി ഗുരു എന്ന സത്യത്തെ ഉറക്കണം. അതിനാണ് നമ്മൾ ഗുരുഗീത ക്ലാസ് ഒക്കെ എടുക്കുന്ന ഈ അമ്മ. അതൊക്കെ വെറുതെ പറയാം. അപ്പം ഇതിൽ ശങ്കരാചാര്യ ഈ കാര്യം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വേദം എഴുതാണ്ടായ സമയത്ത് അദ്ദേഹം അതിൻ്റെ സാഹചര്യം പറയുന്നു. എന്താണ്? അദ്ദേഹം നടന്നു പോകുമ്പോൾ ഒരാൾ മുന്നിൽ വരുന്നു. അപ്പോൾ അദ്ദേഹം അവരോട് ചോദിക്കുകയാണ്, നീ മാറി നിൽക്ക്. കാരണം അന്നത്തെ രീതിയാണ്. അങ്ങനെ ശങ്കരാചാര്യർ പറയും, നിങ്ങൾക്ക് തോന്നുന്നുണ്ട്.
ഒരിക്കലും ഇല്ല കേട്ടോ. ശങ്കരാചാര്യരെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് ഈ പൊട്ടൻ ശങ്കരാചാര്യ ആശ്രമങ്ങൾ ഭരിക്കുന്ന ബ്രാഹ്മണന്റെ കർമ്മമൊന്നുമല്ല അദ്ദേഹത്തിന്. അദ്ദേഹം വിപ്ലവകാരിയായിരുന്നു. കാറൽ മാർക്സിനെക്കാളും വിപ്ലവകാരി. അതുകൊണ്ടാണ് അയാൾ അമ്മേനെ ആര് തൊടില്ല പറഞ്ഞു, ബ്രാഹ്മണന്മാർ തൊടില്ല അവർ. പിന്നെ അദ്ദേഹം എടുത്ത് കത്തിച്ചു. അത് അദ്ദേഹം അത്ര വിപ്ലവകാരി, പോടാ പുല്ലേ പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ച്, ഒരു സാധാരണക്കാരനായ ഒരു അവധൂതൻ ഫ്രണ്ടിൽ വന്നിട്ട് പറയാണ് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കണ്, മാറേണ്ടത് ശരീരമാണോ ജീവനാണോ? ശരീരമാണെങ്കിൽ അന്നമയകോശമാണ്. ഈ അന്നമയകോശമാണ് അങ്ങയ്ക്കുള്ളത്. അതിനുള്ളിരിക്കുന്ന പ്രകാശമാണ് അങ്ങിലിരിക്കുന്ന പ്രകാശം എന്നിലിരിക്കുന്നത്. സൂര്യൻ്റെ പ്രകാശം ഗംഗാനദിയിൽ തട്ടിയാലും ചാണകക്കുഴി തട്ടിയാലും അത് സൂര്യപ്രകാശമല്ലേ എന്ന് തിരിച്ചു ചോദിക്കണം. അതോടുകൂടിയാണ് ശങ്കരാചാര്യർ എന്ത് പറയണം, എനിക്ക് അബദ്ധം പറ്റി. പക്ഷേ ബ്രാഹ്മണൻ എഴുതി വെച്ചു അത് ശിവനാണ് വന്നത്. എന്താ, ശിവന് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ എൻ്റെ ബ്രാഹ്മണത്വം അല്ലെങ്കിൽ ബ്രാഹ്മണൻ എന്ന എൻ്റെ മഹിമ എനിക്കിങ്ങോട്ട് വിടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ മുന്നിൽ വന്ന ആൾ ആരാക്കി, കുറച്ചുകൂടെ പേരായി. മറ്റവർ നോർത്ത് ഇന്ത്യ പോയത് വിഷ്ണു വന്നതാണ്, വേറെ വല്ലവരുടെ ബുദ്ധനാണ് വന്നത്. കാരണം ശങ്കരാചാര്യ താഴേക്ക് പോകാൻ പാടില്ല. വന്നത് സാധാരണക്കാരനായ അവധൂതൻ തന്നെയാണ്. അദ്ദേഹത്തിനുണ്ടായ ചില തെറ്റുകൾ തിരുത്തി കൊടുത്തു. അത് എല്ലാ ഗുരുക്കന്മാരിലും അങ്ങനെയുണ്ട്. അപ്പം നമ്മുടെ ഗുരുവിനൊരു സംശയം വന്നപ്പോൾ അവധൂതൻ പറഞ്ഞ വാക്കെന്താ? വാക്കാണ് സത്യം, സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവം. ആരാ പറഞ്ഞു? ഒരു അവധൂതൻ വന്നിട്ടാണ് ഗുരുവിൻ്റെ മുന്നിൽ പറഞ്ഞു. അപ്പോഴാണ് ഗുരുവിന് ഉറപ്പായത് ഞാൻ ആരാണ്. അതൊരു ഗുരുവിൻ്റെ പതർച്ചയുണ്ടായിരുന്നു ആ ഗുരു പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴാണ് ഗുരു പിന്നെ മനസ്സിലായി ഈ വാക്കുകളൊന്നും തെറ്റിക്കരുത്, അകണ്ടനാമം ഉറക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു കർമ്മത്തിൻ്റെ മഹിമയിൽ കിട്ടിയിട്ടുള്ള ഈ അഖണ്ഡനാമം നമ്മൾ എന്ത് ചെയ്യണം, വീട്ടിൽ ഒന്നായി കിട്ടാൻ വേണ്ടി നമ്മുടെ അച്ഛനും അമ്മയും മക്കളും അമ്മൂമ്മയുമായിട്ടുള്ള അനേക ആരാധനാ കർമ്മത്തിൽ വന്നിട്ടുള്ള ഗതികേടിനെ ഒന്നിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഉണരുന്ന സമയത്ത്, ഞാൻ എലിപ്പത്തായി മാറുകയാണ്. എന്താണ്, നിങ്ങൾ രാവിലെ എണീക്കില്ല എനിക്കറിയാം. ഞാൻ പറഞ്ഞു എല്ലാവരും എണീക്കുന്ന സമയം ചോദിച്ചു 8:30 മണി. ഓക്കെ, രാവിലെ 8:30 മണിക്കെങ്കിൽ 8:30 മണിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, 3 പ്രാവശ്യം അഖണ്ഡനാമം 1 പ്രാവശ്യം സങ്കല്പം ചൊല്ലാൻ പറഞ്ഞു. അത് പല വീടുകളിലും ഫലിച്ചു തുടങ്ങിയിരിക്കും. അവർ പറഞ്ഞു സ്വാമി ഇപ്പോൾ ഒരു ഉറപ്പ് വരുത്തും, രാത്രിയും അതേപോലെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് മാട്ടുമന്ത്രമായാലും ശരി, മറ്റേ മന്ത്രമായാലും ശരി, തൊട്ട വീട്ടുകാരുടെ അസൂയായാലും ശരി, നമ്മളെയൊന്നും ബാധിക്കില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇന്നലെ അതേപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇന്നലെ ഒരു മരണത്തിൽ പോയി. ഒരു സ്വാമിയുടെ അമ്മ മരിച്ചിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ ആരും ഒന്നും കഴിക്കില്ല. ഞാൻ പറയും എനിക്ക് കഴിക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് കഴിക്കണം. എന്താ കുഴപ്പം? അല്ല, മുങ്ങി കുളിച്ച് പണി നോക്കാൻ പറഞ്ഞു. നിങ്ങൾ അതെന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് മരണം, എന്താണ് പുല, എങ്ങനെയാണ് അതിൽ അശുദ്ധിയും ശുദ്ധിയും ഉണ്ടാവുന്നത്. ഇതറിയാത്തവനത് പേടിയാണ്. പേടിയല്ലേ? ഞാൻ പറയില്ല, കഴിച്ചു, എല്ലാവരും കഴിച്ചു. അല്ല, എന്തിനു പേടിക്കില്ല, അത് നമുക്ക് അടുത്ത ആഴ്ച പറയാം. 2:10 എന്താണ് പുല, എന്താണ് മരണം കേട്ടോ, അത് പറഞ്ഞുതരാം. അല്ല, വരണം, വേണ്ടവർക്ക് കേൾക്കാം. തീർച്ചയായും കേട്ടോ. ഇത് ഞങ്ങൾ കോഴിക്കോടും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാളുടെ വീട്ടിൽ അച്ഛൻ മരിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും ഇതും ബ്രെഡും കട്ടയും ചായ അതിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് വീട്ടിൽ തന്നെയാണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് കസയിലേക്ക് ഉണ്ടായിരുന്നു, അതിൽ ഇരുന്ന് കഴിച്ചു. നമുക്ക് ഗുരുവിൽ വിശ്വാസമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥത്തിൽ മഹിമയിൽ നമ്മൾ ജീവിക്കും. അവിടെ ഭയക്കേണ്ട ഒരു കാര്യവും നമുക്കില്ല. ഗുരു സകല ധർമാത്മാവാണ്. ഗുരു കാലാന്തര ഗുരുവാണ്. നമ്മുടെ ഗുരു കാലങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് എങ്ങനെ ഏത് കർമ്മം എവിടം കൊണ്ട് തിരുത്തി തരുന്ന ഗുരുവിനറിയാം. അത് തിരുത്താനുള്ള അറിവ് നമുക്കൊക്കെ വേണം. അതിന് പകരം നമ്മളൊരു ദേവൻ്റെയോ ദേവിയുടെയോ ഋഷിയുടെയോ താഴെ ഗുരുവിനെ കൊണ്ട് നിർത്തിയാൽ നിങ്ങൾ ഗുരുവിനെ മനുഷ്യനായി കണ്ടാൽ അത് അപകടമാണ്. ഗുരു സകലതിൻ്റെ അപ്പുറത്താണ്. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ ജീവചരിത്രം എഴുതുക പറഞ്ഞാൽ വലിയ ദൗത്യമാണെന്ന് പറയാൻ കാരണം. ശിശുബുദ്ധ പോലും പറഞ്ഞു അത് പറയണമെങ്കിൽ യുഗങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകേണ്ടി വരും, അവിടം തൊട്ട് വരേണ്ടി വരും. അപ്പോൾ ആ കർമ്മത്തെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മഹിമപ്പെടുത്തുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെയെല്ലാം ആശ്രമ പരിചയത്തിൽ വളർത്താൻ പഠിക്കണം. അവർക്ക് ജാതി വേണ്ട, മതം വേണ്ട, ഈശ്വരനായാൽ മതി. ഈശ്വരൻ എന്ന സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ പഠിക്കുക.
നമുക്ക് നല്ല മനുഷ്യനായി ജീവിക്കുക. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും മുന്നിൽ തലകുനിച്ചു കൊടുക്കണമെന്ന് ഗുരു പറഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് തട്ടിയാൽ അങ്ങോട്ടും തട്ടുന്നുണ്ട്. നമ്മളായിട്ട് അങ്ങോട്ട് തട്ടാൻ പോയില്ല. ഇങ്ങോട്ട് തട്ടിയാലോ, ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ, ഇന്ത്യനെ ഇങ്ങോട്ട് തൊട്ടാലോ പിന്നെ ഞങ്ങളുടെ സ്വഭാവം മാറും. ഞങ്ങളായിട്ട് അങ്ങോട്ട് തൊടില്ല ആരും, ഒരു കാര്യത്തിൽ അങ്ങോട്ട് നമ്മൾ പോകില്ല. കാരണം ഞങ്ങളെ ബുദ്ധനും ജൈനനും ഇതേപോലെ ശങ്കരാചാര്യരും മഹാത്മാക്കളും നമ്മുടെ ഗുരുവും നമ്മളെ പഠിപ്പിച്ചെന്താ, ശ്രീകൃഷ്ണ പരമാവധി ഇങ്ങോട്ട് ഞങ്ങൾ യുദ്ധത്തിന് ഒന്നിനും ഞങ്ങൾ ഇങ്ങോട്ട് പോയില്ല. പക്ഷെ ഇങ്ങോട്ട് വന്നാലോ അത് വേറെ രീതിയാവും. അതേപോലെ നമ്മൾ ജീവിക്കണം. അല്ലാതെ ഓം ശാന്തി ശാന്തി എന്ന് കൊണ്ട് നമ്മുടെ അപ്പുറത്ത് കൂടെ പോകുന്ന സ്ഥലത്തിലേക്ക് എടുത്തുകൊണ്ട് ഒരുത്തൻ കൊണ്ടുപോകും, അത് ശാന്തിയല്ല, അത് നമ്മുടെ അല്ലല്ലോ എല്ലാം. അങ്ങനെയൊന്നും ഗുരു പറഞ്ഞിട്ടില്ല കേട്ടോ. തട്ടണ്ടേ തട്ടും, നമ്മൾ പിടിച്ചു നിൽക്കണ്ടേ ക്ഷമിക്കേണ്ടോ ക്ഷമിക്കുകയും ചെയ്യും. അതൊക്കെ ഉണ്ട്, എന്തിനും ക്ഷമയുണ്ട് നമുക്ക്. പക്ഷെ ഇങ്ങോട്ട് വന്നാൽ അങ്ങേറ്റം നമ്മൾ പോകും. അപ്പം ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ജീവിക്കാനുള്ള അറിവ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം. സമയം വളരെ ലേറ്റായി. എനിക്ക് ഇപ്പോൾ തന്നെ ഗ്രഹസന്ദർശനമാണ്. മാത്തജി എന്നെ കൈ കാണിക്കുന്നുണ്ട്. അധ്യക്ഷൻ ഏറ്റവും പിന്നിലാ പോയിരിക്കുന്നത്. അധ്യക്ഷ പ്രസംഗത്തിന് വരുന്നുണ്ടോ? ഇല്ല, അദ്ദേഹം വേറെ തിരക്കിലാണ്. അദ്ദേഹം വളരെ കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യത്തിൽ അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് എല്ലാവരും അതിൻ്റെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങൾ സമർപ്പിക്കുന്നു. സദ്ഗുരുവേശ്വരൻ. പൂർണ്ണശ്രീയുടെ